മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പൊട്ടറ്റോ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായാണ്. ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കാനായി 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പൂടെ ഇട്ട് വേവിച്ചെടുക്കാം. പൊട്ടറ്റോ ഒന്ന് വെന്ത് വരുന്ന സമയം നമുക്ക് വേഗത്തിലൊരു മസാല തയ്യാറാക്കാം. ഇനി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് കടുകും കുറച്ച് ചെറിയ ജീരകവും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരു മീഡിയം സൈസ് സവാളയും കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് വഴന്നു വരുന്ന സമയം ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയം ഇതിലേക്ക് വേവിച്ച് വെച്ച പൊട്ടറ്റോയും കൂടെ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ മസാലയൊന്ന് കുറച്ചുകൂടെ സ്പൈസി ആക്കാൻ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിയാതെ ചെറുതായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇത്രയേ ഉള്ളൂ. പൊട്ടറ്റോ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് 2 പൊട്ടറ്റോ ഉണ്ടെങ്കിൽ വേഗത്തിൽ തട്ടിക്കൂട്ടി തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡ് കൂടിയാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.